Assalamualaikum. Fathimthaas Kitchen like എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഉണ്ടാക്കാനുള്ളത് ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാച്ചിട്ടാണ്. മുട്ടക്കറി ഇതിൽ ഒരുപാട് ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത് ഉണ്ടാക്കി നോക്കി നിങ്ങൾ. അപ്പോൾ 5 മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ. ഒരു 2 സവാള ചെറുത്, ഒരു തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 2 കഷ്ണം പട്ട, ഒരു 3 കരയമ്പൂ, 3 ഏലക്കായ, ഇത്തിരി മല്ലിയില, ഇത്തിരി വേപ്പിന്റെ ഇല, ഒരു അരമുറി തേങ്ങയുടെ പാല്. തേങ്ങ എടുത്തിട്ട് പാലെടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം എങ്ങനെയാണ്. അപ്പൊ നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ ജീരകങ്ങളും ഏലക്കായും പട്ടയൊക്കെ കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. മസാലപ്പൊടി ഇവിടെ പൊടിച്ചതുണ്ട്, പക്ഷെ അതില് വേറെയും തക്കോലം ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് അതൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത് മാത്രം എടുത്തിട്ട് പൊടിക്കുന്നത്. ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാവട്ടെ. ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂണ് പാകത്തിന് ഉപ്പും ഇട്ടെടുത്തിട്ട് നമ്മള് അതൊന്ന് ചൂടാക്കി വരുമ്പോ മുട്ട പകുതിയായി മുറിച്ചതാണ്, ഇതൊന്ന് ചൂടാക്കി എടുക്കും. ഇനി നമ്മള് അടുത്തത് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായി വരണേ ഉള്ളൂ, എനിക്ക് തിരക്ക് കൂടിയതാണ്. ചൂടായി വന്നാല് ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ട് കൊടുക്കുക. സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുക. ചേട്ടാ വേപ്പില ഇട്ട് കൊടുക്കുക. ഇനി സവാള ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നന്നായി മൂക്കട്ടെ. ഇതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി ആവട്ടെ കേട്ടാ. കളറൊന്നും മാറി വരുന്നുണ്ട്, ഒരുപാട് മാറൊന്നും വേണ്ട. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായി ഒന്ന് ചെല്ലണം. തക്കാളി വഴന്നു തുടങ്ങി. ഇനി നമുക്ക് ഇതിലുള്ള മസാലകൾ ഇടാം. ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല. ഇനി വേണ്ടവർക്ക് പച്ചമുളക് ചേർക്കട്ടോ. തേങ്ങാപ്പാൽ ഒഴിക്കാതെ ഉണ്ടാക്കാം. അപ്പോ ഈ മസാല കുറച്ച് കൂടുതൽ എടുത്താൽ മതി. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാവുമ്പോ അത്ര വേണ്ട. അപ്പൊ നല്ല മണമൊക്കെ ആയിണ്ട്. നമുക്ക് ഈ മുട്ട ഇതിട്ട് കൊടുക്കാം. അതിലിട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കാം. ഉപ്പ് തേങ്ങാപ്പാൽ നമുക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചുള്ളത് ഒഴിച്ചു കൊടുക്കും. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉപ്പുണ്ടോന്ന് നോക്കണം.
കുറച്ചും കൂടി കറി, ഞങ്ങൾക്ക് കറി ആവശ്യമുള്ളവർക്ക് കുറച്ച് ഇത്തിരിയും കൂടി ഉപ്പിടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മല്ലിയില. ഈ തേങ്ങാപ്പാലില് ഒരു 4-5 അണ്ടിപ്പരിപ്പ് ഇട്ടടിച്ചാല് ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അതിപ്പോ ഇവിടെ ഇല്ല, അണ്ടിപ്പരിപ്പ് കഴിഞ്ഞതുകൊണ്ടാണ് ഞാനത് ഇതിൽ ചേർക്കാതിരുന്നത്. അപ്പൊ അത് ചേർത്താല് ഒന്നുകൂടി ടേസ്റ്റ് ആവും കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യും കേട്ടാ. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ചപ്പാത്തിൽക്കും വെള്ളപ്പത്തിൽക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ മുട്ടക്കറിയാണ്, പത്തിരിയിൽക്കൊക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും.